ഇതാണ് ജി ക്ലാസ് നെറ്റ് ലൈസൻസ് G580. നമുക്കറിയാവുന്നതാണ്. ഇത് ഇതിനെല്ലാം കേപ്പബിൾ ആണ്. ഇങ്ങനെല്ലാം ഓടിക്കണമെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യപ്പെടണം. ആ ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്താണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. ഓസ്ട്രേലിയ ഗ്രാസ് എന്ന സ്ഥലത്താണ്. ജി ക്ലാസിൻ്റെ ഹോം ടൗൺ ആണ്, അർണോൾഡ് ഷ്വാസ്നെഗറിൻ്റെ ഹോം ടൗൺ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ജി ക്ലാസ് എക്സ്പീരിയൻസ് സെൻറ്റർ. നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുണ്ടാവും അല്ലേ? കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മൾ ഒക്ടോബർ 2023 വന്നിരുന്നു. വീണ്ടും മെർസിഡീസിൻ്റെ മീഡിയ ടീമിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. ജി ക്ലാസ് എക്സ്പീരിയൻസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ഗ്രാറ്റ്സ് എന്ന ഓസ്ട്രേലിയ പട്ടണത്തിലാണ്. ഗ്രാറ്റ്സ് എയർപോർട്ടിൻ്റെ ചുറ്റുവട്ടത്ത് 100,000 സ്ക്വയർ മീറ്ററിലാണ് ജി ക്ലാസ് എക്സ്പീരിയൻസ് സെൻറ്റർ ഉള്ളത്. 2019 കമ്മീഷൻ ചെയ്തിട്ടുള്ള GEC 2020 മുതലാണ് കസ്റ്റമറിനും ഫാൻസിനുമായിട്ട് തുറന്നെടുത്തുള്ളത്. 4 വ്യത്യസ്ത മോഡ്യൂളുകളാണ് ഇവിടെ ഉള്ളത്. നാച്ചുറൽ ഓഫ് റോഡ്, ആർട്ടിഫിഷ്യൽ ഓഫ് റോഡ്, G-റോക്ക്, പിന്നെ ഓൺ റോഡ് ട്രാക്കും. ഇതിൽ സ്റ്റീപ്പ് ഇൻക്ലൈൻ, ഡിക്ലൈൻ, വാട്ടർ വെയ്ഡിങ്, സ്ലോപ്പ് ഡ്രൈവിംഗ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസുകളുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകത അയൺ സർക്കിൾ എന്ന റാമ്പാണ്. 100% ഇൻക്ലൈൻ ആണ്. ഇത് എല്ലാ വണ്ടികളും ചെയ്യാത്ത ഒരു ഓഫ് റോഡ് ഒബ്സ്റ്റക്കിളാണ്. ഓൺ റോഡ് ട്രാക്ക് നിർമ്മിച്ചിട്ടുള്ളത് എയർപോർട്ടിൻ്റെ തന്നെ ടാക്സി വേയിലാണ്. ബ്രേക്കിംഗ്, ഹാൻഡ്ലിംഗ്, സ്ലാലം ടെസ്റ്റുകളും അതുപോലെ തന്നെ വെറ്റ് പാഡും ഉണ്ട്. ജി ക്ലാസിൻ്റെ ഹെറിറ്റേജും ഹിസ്റ്ററിയും ബേസ് ചെയ്തിട്ടുള്ള എക്സിബിഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജി ക്ലാസ് മാനുഫാക്ചറിൻ്റെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ഇവിടെ കാണാം. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സാണ് ഇവിടുത്തെ ഡ്രൈവർ ട്രെയിനേഴ്സ്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ്, എന്തൂസിയാസ്റ്റ് ഫാൻസ് എല്ലാം തന്നെ ട്രെയിനിങ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് G-പ്രൂവ്ഡ് എന്ന മെഡലും സർട്ടിഫിക്കറ്റും നൽകും. ഇത് വലിയൊരു അംഗീകാരമാണ്. ഇത് കിട്ടുന്നതല്ല, നേടിയെടുക്കുന്നതാണ്. This huge amber cube is something very interesting. The car inside is one of the first G-Class to roll out from this garage, and it has been used in the launch of the new 463A G-Class in Los Angeles, and is around 44 ton. It's used resilience, and it is something attractive showpiece over here. And it was amazing to see that launch as well as how it has been transported here. You can see a slight break over here, but it looks very original. It reminds me of the Jurassic Park 1. You got it right. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷക്കിൾ മൗണ്ടൻ്റെ പോലെ റോക്കുള്ള ഭാഗത്ത് പുറത്താഴേക്ക് പോവാണ്. നമ്മളത് പോകുന്നത് ഇപ്പോൾ G580 തന്നെ ഫുള്ളി വണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല, കാരണം എന്താ, ഇറ്റ് ഈസ് ഹി വെരി കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. നമുക്ക് നോക്കാം. Feel good. Left. Yeah, that's okay. See you more. Legs are up. See the tension of the belt. Yes. Keep it to the right, honey. To the right. Use all the concrete. Yeah. So it's quite challenging to take it up like this, sideways around 20 degrees, and we are just climbing. Again, my foot up. Everything is done by ITG. Okay, switch it off again, please. Yes. And we will go down. It's slippery. It's slippery. Yeah. I know. Extra few kilos of the electric. Yeah, true. Doing slalom with the G580 is heavier than the normal G nor the G63, but still suspension is tuned and calibrated to do this fun. സ്ലാലം ചെയ്യുമ്പോൾ അഡീഷണൽ വെയിറ്റ് ഒന്നും തന്നെ സസ്പെൻഷനിൽ ഫീൽ ചെയ്യുന്നില്ല. സസ്പെൻഷൻ അതിനനുസരിച്ചിട്ട് ട്യൂൺ ചെയ്യും, കാലിബ്രേറ്റെല്ലാം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് കൂടുതലാണ് അറിയാൻ ആൾക്ക്. നമ്മൾ അന്ന് ഓടിച്ചത് മിസ്സായൊരു സാധനമായിരുന്നു, അത് ഇതിൽ കവർ ചെയ്യും.
That's 0 to 100 of G580 in around 4 seconds. നമ്മളിപ്പോൾ ഉള്ളത് ഫോറസ്റ്റ് ഭാഗത്തുള്ള ആക്ച്വൽ ടെസ്റ്റിംഗ് ഏരിയയിലേക്ക് പോവാണ്. ഓടിക്കുന്നത് പുതിയ G500 ആണ്. 580 ഉണ്ട്, അതല്ല ഇത് 500 ആണ്. ഇത് ഫുള്ളി പെട്രോൾ ആയിട്ടുള്ള V8. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് 1 ഡിഫറൻഷ്യൽ ലോക്കിൽ, അതായത് സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്കിൽ റിയറും കൂടെ ഇടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. മാനുവൽ മോഡിലാണ് പോവുക. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ചുകൂടി വ്യൂ കിട്ടാൻ ക്യാമറ ഉണ്ട് 360. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുമായിരിക്കും. ഓക്കെ, Perfect. A little bit to the left. Left. Yes. Very nice. Now slowly till the tipping point comes. Yes. And then you go just straight until you see the grey car again, okay? Okay. It's all about zigzag. Yay! Sail through. Sailing through. Who's this beautiful person driving the car? It's me, the G-man. Yes. So നമ്മളിപ്പോൾ ആക്സിൽ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞത് സിദ്ധാർത്ഥ് എന്നോട് ഇറ്റ്സ് ഓക്കെ. സിദ്ധാർത്ഥ് ഉണ്ട്, രേണുക ഉണ്ട്, നമ്മളെ 2 ബഡീസ് ഉണ്ട്. സോ ഹൗ ഡു യു ഫീൽ ഗൈസ്? It's fun, isn't it? No matter how many times you do this, you still feel like a kid in a candy store. You can't complain me, Like right? it was the first time. No, and always like it's the first time. So like today you in want the to bus, go one more time. exactly. So that I did again. I want to come again now. So in the morning, everybody in the bus, including Rujuta, was all like small kids, very excited. And after seeing all the G's here, Yeah, when you all got down, it was like running around. Small kids with off-road licenses. We are all overly excitable and I've as seen long as we get behind a wheel. absolutely, and That's none of them here I've not seen without a smile on the face. True. See, now you know why everybody in the G-Wagon factory is smiling. They come for a drive here every morning. Exercise like in TVS factory. Workout. നമ്മളിപ്പോൾ സൈഡ് വൈസ് പോവാം 30 ഡിഗ്രി. ഇതെല്ലാം മുമ്പ് ചെയ്തതാണ്, ഒന്നും കാണിച്ചത്. Thank you. As the group is back together now, just follow the roads to the right, and you will find Kianak waiting for you for the next life. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും സൈഡ് വൈസ് ആണ്, പക്ഷേ കുറേ കൂടെ കൂടിയിട്ട് 35 ഡിഗ്രിയിൽ വരെ ചെയ്യും. ഇത് നമ്മൾ അന്ന് ചെയ്തതാണ്, എന്നാലും വീണ്ടും ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിലുണ്ട്. ഈ പറഞ്ഞ പോലെ 35 ഡിഗ്രിയിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഇതെല്ലാം ഇപ്പം ഞാൻ ഫോൺ തൊടുന്നില്ല ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, സ്ട്രിക്ട്ലി നോട്ട് അലൗഡ് ആണ്. പിന്നെ അത് നല്ലതല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്ന രീതി ഞാൻ കാണിച്ചു തരും. നമുക്ക് പുറത്തുനിന്ന് ഉള്ളിൽ നിന്നുള്ള വീഡിയോയിലായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇപ്രാവശ്യം അന്നത്തെ വരെ നമ്മൾ എക്സ്ക്ലൂസീവ് നമ്മൾ മാത്രമല്ല ഷൂട്ട് ചെയ്യുന്നത്. അന്ന് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നൗ The key is to be slow and to be precise. That the little, in that case, the little ones stabilize your car and avoid sliding. Just then, you get enough momentum to tip it over. As long as it's not sliding down, there is just a slow chance. Yes, very nice. Next one, you can start. Then you go down to the left and then up to Patrick. ഓക്കെ.
good exercise. After lunch is not that great. My tummy was moving one side. Yeah, but it's brilliant. So now again going the other side. Earlier was hanging on my end, and this now here. Both ways. If you eat too much before this kind of exercise, not advisable. But the car G is amazing. So he's actually angle twisting. This is the real one. How to do real body twisting, rigidity. And up there on the gravel, you can do a driver change. Perfect. So, So rigidity really shows. Hey! then at the end of the canyon, you can switch off number 2. Follow the red car to നമ്മളിപ്പോൾ വാട്ടർ വീഡിങ് ചെയ്യുമ്പോൾ 70 സെൻറ്റിമീറ്റർ ആണ് റെഗുലർ ജി വാഗണിൻ്റെ വാട്ടർ വീഡിങ്. റെഗുലർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കിന് കൂടുതലാണ്, 90 ഉണ്ട്. നമ്മളിപ്പം 70 ആണ് ചെയ്തത്. ഇതിന് മുമ്പ് ചെയ്താണ്, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. വാട്ടർ jump up to Piers and Marcos. Maybe make it possible for you. ആയിരത്തി 1979 ജി ക്ലാസ് നിർമ്മിച്ചു തുടങ്ങിയ അതേ ഫാക്ടറിയിലാണ് ഇന്നും ജി ക്ലാസ് നിർമ്മിക്കുന്നത്. 79 ജി ക്ലാസ് മിലിറ്ററി വെഹിക്കിളായിട്ട് നിർമ്മിക്കാൻ തുടങ്ങിയത് മെർസിഡീസ് ബെൻസും സ്റ്റെയർ പുക്ക് എന്ന കമ്പനിയും ചേർന്നിട്ടാണ്. സ്റ്റെയർ ഡാംലർ പുക്ക് ആയിരുന്നു പിന്നീട് അറിയപ്പെട്ടിരുന്നത്. അതിന് ഡാംലർ ബെൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇന്നിപ്പോൾ ഈ കമ്പനി അറിയപ്പെടുന്ന മാഗ്ന സ്റ്റെയർ എന്നാണ്. മാഗ്ന എന്ന കനേഡിയൻ കമ്പനിയാണ് ഈ കമ്പനി നോൺ ചെയ്യുന്നതെങ്കിലും ഇവിടെ തന്നെയാണ് മെർസിഡീസ് ജി ക്ലാസ് ഇന്നും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതൊരു എഞ്ചിനീയറിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ജി ക്ലാസിന് പുറമെ മറ്റു വണ്ടികളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ജി ക്ലാസിന് ഡെഡിക്കേറ്റഡ് ആയ ഒരു വിങ്ങും ഉണ്ട്, അതിനുള്ള എഞ്ചിനീയറിംഗ് ടീമും ഉണ്ട്. ജി ക്ലാസ് നിർമ്മിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. മെർസിഡീസ് GmbH എന്ന സബ്സിഡിയറി കമ്പനിയാണ് ഇന്ന് ജി ക്ലാസ് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മേൽനോട്ടത്തിലാണ് ജി ക്ലാസിന്റെ പ്രൊഡക്ഷൻ. മെർസിഡീസ് ശ്രേണിയിൽ ഹാൻഡ് ബിൽഡ് വെഹിക്കിൾ എന്ന രീതിയിലാണ് ജി ക്ലാസ് അറിയപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞ റോബോട്ടിക്സും മാക്സിമം ഹാൻഡ് ബിൽഡ് ആയിട്ടാണ് ജി ക്ലാസ് വരുന്നത്. ഈ ഫാക്ടറിയിൽ ആകെ 2 റോബോട്ട്സ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി മുഴുവൻ എക്യുപ്മെൻറ്റും ലേബേഴ്സിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് മാത്രം. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഹാൻഡ് ബിൽഡ് ആയിട്ടുള്ള വെഹിക്കിളാണ് ജി ക്ലാസ്. ഇന്നും ലാഡർ ഫ്രെയിമിന് മേലെ നിർമ്മിക്കുന്നുണ്ട്. ആ പ്രൊഡക്ഷൻ ലൈന് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ലൈനാണ്. ഈ ഒരു പ്രൊഡക്ഷൻ ലൈനിൽ തന്നെയാണ് നോർമൽ ജി ക്ലാസും AMG വേരിയൻറ്റും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് G58 എന്ന ഇലക്ട്രിക് വേരിയൻറ്റ് വരുന്നത്. ഇന്റീരിയർ എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഓരോ ആളുകളുടെയും ചോയ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്ന ഇന്റീരിയർ അവിടെ തന്നെ ടൈലറിംഗ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. എഞ്ചിനും ഗിയർ ബോക്സും മെർസിന്റെ ജർമ്മനി ഫാക്ടറിയിൽ നിന്ന് വരുന്നത്. ഇതിൽ G63 എന്ന AMG വേരിയന്റ് പവർ ട്രെയിൻ അഫൽസ പാക്കുന്നതാണ് വരുന്നത്. ഇന്നും ലിമിറ്റഡ് പ്രൊഡക്ഷനിലാണ് ജി ക്ലാസ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്രിസിഷനും പെർഫെക്ഷനും ബിൽഡ് ക്വാളിറ്റിയും റീറ്റെയിൻ ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ വോള്യൂം മോഡലായിട്ടുള്ള ജി ക്ലാസ് വരുന്ന ഡിമാൻഡിന് അത്രയും സപ്ലൈ ചെയ്യാനില്ലാത്ത അവസ്ഥയാണ് എപ്പോഴും ജി ക്ലാസ്സിൽ കാണാനുള്ളത്. അത് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നത് ക്വാളിറ്റിയും ക്രാഫ്റ്റ്മാൻഷിപ്പും നിലനിർത്താനാണ്. ലോകത്തിലെ മികച്ച ലക്ഷറി ഓഫ് റോഡർ എന്ന വെഹിക്കിൾ ഇന്നും നിർമ്മിക്കുന്നത് ഒരേ സ്ഥലത്തു നിന്നായതുകൊണ്ട് തന്നെ ആ ഒറിജിനൽ DNA ഇന്നത്തെ മോഡലിനും അവൈലബിൾ ആണ്. 20,000 കളർ ഓപ്ഷൻസ് ആണ് ഇന്ന് ജി ക്ലാസ്സിൽ അവൈലബിൾ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുക. ഈ ബാക്കിലുള്ള കളർ ഓപ്ഷൻസ് മാത്രമല്ല, ഇത്രയും കളർ ഓപ്ഷൻസ് ഓരോ കളർ വേരിയേഷനിലും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുകൊണ്ട് ചോപ്പിലുണ്ട്, കറുപ്പിലുണ്ട്. ഇതെല്ലാം തന്നെ കൂടി ചേരുമ്പം 1 മില്യൺ കോമ്പിനേഷനിൽ ജി ക്ലാസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അത് ഇൻറ്റീരിയർ കളർ, ട്രിമ്മ്, ബോഡി കളറെല്ലാം കൂടി ചേരുമ്പോൾ. അതായത് ഇന്നിപ്പോൾ ജി ക്ലാസ് ആണ് മെർസിഡിൽ ഏറ്റവും അധികം കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷനുള്ള വണ്ടി. കൂളല്ലേ? അതിൻ്റെ പുറമേ ഇങ്ങനത്തെ സംഗതികളും ഉണ്ട്.
സ്പീഡ് ലവേഴ്സിന് വേണ്ടിയാണുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യുന്നത്. അത് മെയിൻലി AMGയുടെ ട്രാക്ക് ഡ്രൈവിംഗ് ആണ്. ഇവിടെ ഉള്ള സ്ലാലും അങ്ങനത്തെ ഉള്ള കുറച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഓഫ് റോഡ് ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് ആണോ വെച്ചാൽ അല്ല, പക്ഷേ ഒരു G വാഗൺ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. കാരണം എന്താ, Gൻ്റെ ഗ്രൗണ്ട് കേൾക്കാം, അടിപൊളി ഡ്രൈവ് കാണാം, ആൻഡ് ദ സ്പോട്ടിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. Okay, Santiago, coming out of the slalom, you're a little bit too heavy on the gas there. ഇനി അടുത്ത സ്പോർട്ട് പ്ലസ് മോഡാണ്. അടിപൊളി, കുറച്ചുകൂടി ഗ്രൗണ്ടെല്ലാം കേൾക്കുക, അതൊരു എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. കാരണം പുതിയ G63 വന്നിരിക്കുന്ന ഒരു ഓപ്ഷനായിട്ട് വന്നിരിക്കുന്ന കൈനറ്റിക് സസ്പെൻഷൻ ഉണ്ട്. അത് ഓപ്ഷണൽ എക്സ്ട്രാ ആണ്, പക്ഷേ G63 എടുക്കുന്നവരെല്ലാം അത് എടുക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കുറച്ചുകൂടി ബെറ്റർ ട്യൂൺഡ് ആണ്, കുറച്ച് ലോവേഡ് ആയിട്ടുള്ള ഫീൽ ഉണ്ട്, അതുകൊണ്ട് നല്ല ബ്രാൻഡഡ് ഫീലാണ്. എത്ര ഹൈറ്റുള്ള വണ്ടിയും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുന്ന വണ്ടി ആകുമ്പോഴുള്ള പ്രശ്നം നമുക്കെപ്പോഴും ടെൻഡൻസി എപ്പോഴും മറിയാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ അത് ഒഴിവാക്കിയത് ബെസ്റ്റാണ്. Beautiful job. ഈ കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ സത്യം ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇവരെല്ലാം ശരിക്കും പറഞ്ഞ സ്പോർട്ട് ഡ്രൈവേഴ്സും റാലി ഡ്രൈവേഴ്സും അങ്ങനെയുള്ള. I know everyone's going to think I'm boring. അപ്പോൾ അതുകൊണ്ട് Because, yes, I'm going to ask you to change into here. So now we are going to do actually a track from 0 to 100, but we are not counting time. It's a basic training mode which you're doing in comfort. One stop will do. So just we are getting experienced with this mode, but we'll be doing definitely in a sport plus mode. So in നമ്മളിപ്പോൾ ഇവിടെ വണ്ടിയിൽ ഡ്രാഗ് എടുക്കുകയാണ് 0 to 100. ബേസിക്കലി കംഫർട്ടിൽ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ സ്പോർട്ട് പ്ലസ് ചെയ്യാൻ പോകുന്നത്. സ്പോർട്ട് സ്കിപ്പ് ചെയ്തു, ചെറിയ ഡിഫറൻസ് വേണ്ട, വലിയ ഡിഫറൻസ് എടുത്തോളാനാണ് പറയുന്നത്. So hopefully we felt the difference now in between what comfort and sport plus Yes, and what it does. It is different. And I felt it Background around here 4.5 to the start. seconds. And like I said, Okay, so നമ്മളിപ്പോൾ ഉള്ളത് സ്പോർട്ട് പ്ലസിലാണ്. ഈ പുതിയ G63 വരുന്ന HP പവറും 850 ടോർക്കുമാണ്, 48 kWh ബാറ്ററി ബാക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ഉണ്ട്. 0 to 100 4.4 seconds ആണ്, വിച്ച് ഇസ് നമുക്ക് കിട്ടുമോ നോക്കാം. കൗണ്ട് ചെയ്തല്ലോ എത്ര നോക്കിക്കോളൂ നിങ്ങൾ. പക്ഷെ അത് ലോഞ്ച് കൺട്രോൾ ആയിട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദ 0 to 100. യു സീൻ ഹൗ മച്ച് സെക്കൻഡ് ഇറ്റ് took. I not counted here, but I can see the meter here is 100. It's fun. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ചെറുങ്ങനെ വേദനിപ്പിക്കില്ലേ, അതാണ് ചെയ്തത്. Right now I'm in the blue. It's sparkling blue color. My choice on G-Wagon is mostly black. It's a matte finish. So I chose my favorite last time on my previous experience. My colleague and my co-driver today, Siddharth, wanted this blue, so we selected this color. But again, it's a very attractive color. G-Wagon has the most customization option in Mercedes Treble. Around 20,000 color options are available now, and put together with the different combination of leather, interior color combination trim, can go up to 1 million choices.
So, simulation of a launch control now. Left foot fully down on the brake as hard as you can go. Both hands on the wheel, full kick down. And off the brake. 100. Perfect. What to say more? Amazing, right? So guys, we are going to have the most fun thing about the day, and that's going to be done by Patrick. Shaker is here, Karan is here, and drive with the G580. Are you ready, gentlemen? Yes, sir. Perfect. Let's go slowly in and let's have a little bit of fun now. Oh man! Up on the G-Rock. Whoa. Up to the top. Down the road. Wow, sideways! Oh man! Patrick, amazing! We are taking the blind drop to the right. Oh man! Here, Rob. Awesome! Back to our turnaround area down here. Wow! Also try to take it a little bit sideways. Tokyo drifting in grass. Unbelievable. Wow! Man! And for sure at the end, as we are driving a G580, we have to do the G-turn as the big finish. Quick 360. Get the tires clean again. Getting into a spa. Yeah!